നമസ്കാരം. ചെന്നൈയിലെ താമ്പരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്നൊരു പ്രീമിയം ട്രെയിനിലാണ് യാത്ര. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തേതും ഒരേ ഒരു തേജസ്സുമായ ചെന്നൈ മധുരൈ തേജസ് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. ഈ ട്രെയിൻ ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഞങ്ങൾ നേരെ ചെന്നൈ എഗ്മോറിലേക്ക് പോവുകയാണ്. അവിടെ തന്നെയാണ് ഈ ട്രെയിനിൽ കയറുന്നത്. താമ്പരത്ത് ഞങ്ങൾ താമസിച്ചത് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമാണ്. ഇത് നോൺ എ സി റൂമാണ്. ഇവിടെ 24 മണിക്കൂർ സ്ലോട്ടിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഈ മുറിക്കാകെ വന്ന വാടക 440 രൂപയാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് റൂം ചെക്കൗട്ട് ചെയ്യാം. രാവിലെ 3:50 ആയപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ട്രെയിനിൽ കയറിയിട്ടാണ് ഞങ്ങൾ നേരെ ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്നത്. ഇത് 4 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ താമ്പരത്തിന് ഇതാ കറക്റ്റ് 4 മണിക്ക് തന്നെ ട്രെയിൻ എടുത്തു. ഇതിൻ്റെ അകത്തിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഒരുപാട് സ്റ്റേഷനുകൾ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ എന്തായാലും ആൾക്കാർ കയറും. 4:47 ട്രെയിൻ ഇതാ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 47 മിനിറ്റ് യാത്രയാണ് അപ്പോൾ ഉണ്ടായത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ തേജസ് എക്സ്പ്രസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ പോവാം. ചെന്നൈ എഗ്മോർ മധുരൈ ജംഗ്ഷൻ തേജസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 2 റിവേഴ്സ് ചെയ്ത് വരികയാണ്. 4:55 ആയിപ്പോ. തേജസ് എക്സ്പ്രസ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിന്റെ ചേർക്കാറിൽ C11 അതങ്ങ ഒരു ഭാഗത്തേക്കാണ് വരിക. അപ്പൊ വണ്ടി നേരത്തെ തന്നെ കൊണ്ടുവന്നിട്ടു. ഇത് C1 അപ്പോൾ നമുക്ക് ഏറ്റവും മുന്നിലേക്കാണ് പോകേണ്ടത്. ഇവിടെ പ്ലാറ്റ്ഫോം തന്നെ കുപ്പിവെള്ളമൊക്കെ വെച്ചതുണ്ട്. ഇതൊക്കെ ഇതിൽ ലോഡ് ചെയ്യാനുള്ളത് തന്നെയാണ്. ഇതിനൊക്കെ ഓട്ടോമാറ്റിക് ഡോറുകളാണേ. മിക്കവാറും ഇപ്പോഴേ തുറക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും നമുക്ക് ഏറ്റവും മുന്നിലോട്ട് പോവാം. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതേ ഉള്ളൂ. ഇതേ C11 2018 നിർമ്മിച്ച കോച്ചാണിത്. ഈ ഒരു തേജസ് എക്സ്പ്രസിന്റെ ലിവറി കണ്ട നല്ലൊരു ഡിസൈനിങ് ആണ്. ഇവിടെ ഇതാ തേജസ് എന്നുള്ള ഒരു എഴുത്തൊക്കെ കാണാം. ഇതിപ്പോൾ ഷണ്ടിങ് ചെയ്ത് വന്നാണല്ലോ, അതായത് അവിടെ ഷണ്ടിങ് ലോക്കോമോട്ടീവ് ആണുള്ളത്. ഇനിയിപ്പം മെയിൻ ലോക്കോമോട്ടീവ് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ അറ്റാച്ച് ചെയ്യുള്ളൂ. എന്തായാലും ഡോറൊക്കെ തുറന്ന് വരട്ടെ. താമ്പരത്തുനിന്ന് ഇവിടേക്ക് വന്ന ലോക്കൽ ട്രെയിനില്ലേ, അത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണല്ലേ വന്നത്. ശരിക്കും ഇത് ലാസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് വരേണ്ടത്. ഇപ്പം നിലവിൽ ഇവിടെ നവീകരണം നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചെന്നൈ എഗ്മോറിലേക്ക് വരാനൊരു കാരണമുണ്ട്. ഇപ്പം ഇവിടെ വന്നിട്ട് സുഖമായിട്ട് തന്നെ ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ഷണ്ടിങ് ഒക്കെ കാണാൻ പറ്റി. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ ഡോറൊക്കെ തുറന്നാൽ അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ സുഖകരമായിട്ട് തന്നെ പകർത്താം. ഇനി താമ്പരത്ന കയറുന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കുമല്ലോ, അതൊന്നും സാധിക്കില്ലല്ലോ. ചെന്നൈ എഗ്മോറിന്ന് മധുരൈ ജംഗ്ഷൻ വരെ അജ്നി ലോക്കോ ഷെഡിന്റെ WP7 ആണ് ഇന്ന് ലോക്കോമോട്ടീവ്. ഇപ്പോൾ നമ്മുടെ കോച്ചൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഡോറുകളൊക്കെ ഓപ്പണായി. ഇനിയിപ്പോൾ ഇതാ കോച്ചിലേക്ക് കയറുകയാണ്. സീറ്റിൻ്റെ ഒക്കെ പൊസിഷനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു നടുഭാഗത്തൊരു ടേബിളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സീറ്റുള്ളത് ഇവിടെയാണ്. 65, 66 ഒരു വിൻഡോയും ഒരു മിഡിലുമാണ്. ഈ അയൽ സീറ്റിലുള്ള ആളുടെ ചാർട്ട് നോക്കിയപ്പോൾ വേക്കൻ്റ് ആണ് കണ്ടത്. എന്തായാലും കറണ്ടിൽ ബുക്ക് ചെയ്യും. ഇപ്പോൾ കയറിയപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു സീറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ലഗേജൊക്കെ ഇതാ ഇവിടെ വെക്കാം. സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ഫുഡ് റെസ്റ്റ് ഉള്ളത്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇതാ ഈ ഭാഗത്താണ്. പിന്നെ ഇവിടെ ന്യൂസ് പേപ്പറൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് ചാർജിങ് പോയിൻ്റൊക്കെ വരുന്നത്. 2 ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടേബിള് അത് ഈ ഒരു സീറ്റിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടുന്ന് ഇതിൻ്റെ അകത്താണുള്ളത്. ഇതിങ്ങനെ നമുക്ക് വലിച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാ ടേബിളായി. ഇതിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും. അതൊക്കെ ഇതിൽ വെച്ച് കഴിക്കാം. പിന്നെ കർട്ടനൊക്കെ ഉള്ളത് ഇതാ ഇവിടെയാണ്. ഇത് താഴോട്ട് വലിച്ചാൽ മാത്രം മതി. പിന്നെ സീറ്റിൻ്റെ പുറകിൽ തന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടൊക്കെ കാണാം. അത് മറ്റൊന്നുമല്ല, ഇതൊരു സീറ്റ് കവർ കൊണ്ട് ഇവർ ഈ സ്ക്രീനില്ലേ ഇത് മറച്ചിട്ടാണുള്ളത്. ഇത് വർക്കിംഗ് അല്ല കേട്ടാ. ഈ സ്ക്രീൻ വർക്കിംഗ് അല്ല എന്നുള്ളത് എടുത്തു പറയണം. കാരണം ഞങ്ങൾ ഇതേ ട്രെയിനിൽ തന്നെ മധുരയിൽ നിന്ന്
ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ കുറേ നോക്കിയതാണ്. ഒന്നുമില്ല, ഇതൊക്കെ വർക്കിംഗ് ആക്കണ്ടേ, എന്നാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലക്ഷറി തോന്നിക്കുക. ഈ ട്രെയിനിന്റെ നമ്പർ വരുന്നത് 22671 എന്നാണ്. കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സും 12 ചെയർകാറുകളാണ് ആകെ ഉള്ളത്. ഇനി നമുക്ക് ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയാം. 1080 രൂപയാണ് ചെന്നൈ എഗ്മോറിന്ന് മധുരൈ വരെ ഈ ചെയർകാറിൽ ഒരാൾക്ക് വരുന്ന ചാർജ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2155 രൂപയാണ് അതിൽ വരിക. പിന്നെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫുഡും കൂടെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ സീറ്റിലും ഇതുപോലുള്ള ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുവന്ന് തരുവേ. ഇവിടെ ഒരു മാസികയൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ വായിക്കാം. പിന്നെ ഇവിടെ ഒരു തമിഴ് പത്രമുണ്ട്, ദിനമലർ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് പത്രമാണുള്ളത്, ദ ഹിന്ദു. ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ 1 ലിറ്ററിന്റെ റെയിൽ നീർ കിട്ടി. തേജസിന്റെ ടോയ്ലറ്റിന്റെയും വാഷേരിന്റെയും ഭാഗത്തെ വൃത്തിയൊക്കെ ഓക്കെ തന്നെയാണ്. കറക്റ്റ് 6 മണിയായി. അങ്ങനെ ചെന്നൈ എഗ്മോർന്ന് തേജസ് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് താമ്പരം. ഇനിയിപ്പോ നേരം പുലർന്ന് വരണം പുറത്തെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ. കാരണം ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ എന്നെ എന്തായാലും ഇവിടെ കാണുള്ളൂ. കോച്ചിന്റെ ഈ ഭാഗത്തിന്റെ വാഷേരി ഉണ്ട്. പിന്നെ ഒരുപാട് ഭാഗത്തായി CCTV ക്യാമറകളുണ്ട്. ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് ഈ ഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ കോച്ച് നിർമ്മിച്ചത് ICF എന്നാണ്, അതായത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. 6:24 ട്രെയിൻ താമ്പരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ ആകെ 3 സ്റ്റോപ്പുകളേ ഉള്ളൂ, താമ്പരം, ട്രിച്ചി, ഡിണ്ടിഗൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ നല്ലോണം ആൾക്കാരുണ്ടാവും കയറാൻ. താമ്പരത്ത് നിന്നും ഈ കോച്ചിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. താമ്പരത്ത് ഈ ട്രെയിനാകെ 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ കോച്ചിലേക്കും ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ കയറുന്നതൊക്കെ കാണാം. ഇതുവഴി തന്നെയാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ട്രിച്ചിയാണ്, തിരുച്ചിറാപ്പള്ളി. താമ്പരത്ത് നിന്ന് ട്രെയിൻ എടുത്ത് ഓട്ടോമാറ്റിക് ഡോർ ക്ലോസ് ആവും. ഇനി 311 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ആണ്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനായ വിഴുപുറത്ത് ഈ ട്രെയിൻ സ്റ്റോപ്പില്ല, അതുപോലെ തന്നെ വൃദ്ധാചലത്തും ഇല്ല. അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണാം. 6:50 സൂര്യോദയം കാണാം. ഇപ്പോൾ ചെങ്കൽപ്പട്ടു ഭാഗത്തേക്കാണ് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവസാനമായിട്ട് സൂര്യോദയം കണ്ടത് കന്യാകുമാരി പോയിട്ടാണ്, അതായത് വിവേക് എക്സ്പ്രസിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ. ഈ സമയത്ത് സൂര്യൻ്റെ കളറ് ഒന്ന് വേറെ തന്നെയല്ലേ, വ്യക്തതയോടെ തന്നെ കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുവരെയായിട്ടും ചായ ഒന്നും കൊണ്ടുവന്ന് തന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് കയറിയ തേജസ് അത് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കാണ്. അത് പ്രൈവറ്റ് ആയിരുന്നു. അതിൽ നല്ല രീതിയിലായിരുന്നു സർവീസൊക്കെ ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഒരു മോർണിംഗ് ടീ ബിസ്ക്കറ്റ് പോലും ഇതുവരെ തന്നിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ആണോ ഒന്നും അറിയില്ല. ട്രെയിൻ ചെങ്കൽപ്പട്ടു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടുന്ന് ചെന്നൈ ബീച്ച് ഭാഗത്തേക്ക് സബർബൻ ട്രെയിൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടേക്കാക്കാം. മഹാബലിപുരം പോകണമെങ്കിൽ ഇവിടെയാണ് ട്രെയിനിൽ വന്ന് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് പിന്നെ ബസ്സിൽ പോവാം. ഏഴ് 20 രാവിലെയുള്ള ചായയും ബിസ്ക്കറ്റും വന്നേ. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ഇവിടെ, പിന്നെ ചായപ്പൊടി. ഇതിൻ്റെ പുറത്ത് തന്നെ അസാം ടീ എന്നൊക്കെ എഴുതിയത് കാണാം. പിന്നെ അമൂലിൻ്റെ ഒരു പാൽപ്പൊടി ഉണ്ട്. ഇവിടെ ഷുഗറും ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ ഓൾറെഡി അവർ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. തേജസ് എക്സ്പ്രസ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനായ വിഴുപുറം ജംഗ്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 5 ലൈനുകളാണുള്ളത്. ഇപ്പം നമ്മൾ വന്ന ചെന്നൈ ലൈൻ, ഇനിയിപ്പോൾ പോകുന്ന വൃദ്ധാചലം ലൈൻ, മറ്റൊന്നുള്ളത് നേരെ പുതുച്ചേരി, പിന്നെ ഒന്നുള്ളത് മയിലാടുതുറൈ, പിന്നെ ഒന്നുള്ളത് നേരെ തിരുവണ്ണാമലൈ ഭാഗത്തേക്ക്, അതായത് ഈ ഒരു കാട്ട്പാടിയില്ലേ ആ ഭാഗത്തേക്ക്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ പോകുന്ന ലൈനില്ലേ അത്
നേരെ പുതുച്ചേരിയിലേക്കാണ്. ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞ ഉടനെ തന്നെ മയിലാടുതുറയിലേക്ക് പോകുന്ന ലൈനും കൂടെ കാണാം. 8:15 അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഞങ്ങൾ ഒരു നോൺ വെജും ഒരു വെജുമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാ വെജ് ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ വെജിൽ 2 കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ ഇത് ഓംലെറ്റ് ആണ്, 2 ബ്രൗൺ ബ്രെഡ് ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു കേക്ക് ഉണ്ട്. ഈ കേക്കിന് 5 രൂപയേ ഉള്ളൂ. 5 രൂപേൻ്റെ ഒരു കേക്കാണ്. പിന്നെ ഒരു ചെറിയൊരു ബട്ടർ കൂടെ കാണാം. വെജിൽ ഇഡ്ഡലി വടയാണ്, 2 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്. ഇത് സീറയാണ്. പിന്നെ ഈ ഒരു തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ കൂടുതലും രാവിലെ പൊങ്കൽ കിട്ടും. അപ്പോൾ ഈ ട്രെയിനിലും പൊങ്കലുണ്ട്. പിന്നെ ഇവിടെ ചട്നി ഉണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പം ഇതാണ് വെജിൽ കിട്ടുന്ന ഭക്ഷണം. ഈ കാണുന്നത് നേരത്തെ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ചട്നി എന്നാണല്ലോ പറഞ്ഞത്. തുറന്ന് നോക്കി ടേസ്റ്റ് ചെയ്ത സമയത്ത് മനസ്സിലായത് ഇത് ചട്നി അല്ലെന്ന്. ട്രെയിൻ ഇപ്പോൾ വൃദ്ധാചലം ജംഗ്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ടേബിളില്ലേ ഇതൊട്ടും ശരിയല്ല. ഞാൻ ഓൾറെഡി എൻ്റെ കാലൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടാണുള്ളത്. കാരണം ഇതിൻ്റെ വെറും ടേബിളിൽ മാത്രം, അതായത് ഞാൻ ഈ ഒരു കാല് ഇവിടെ വെച്ചില്ലെങ്കിൽ ഈ ഫുഡ് മൊത്തം താഴെ പോകും. കാരണം ഇതിൻ്റെ ഒരു ബാലൻസിങ് അങ്ങനെയാണ്. ഇത് വലിയ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഓംലെറ്റൊക്കെ കുറച്ച് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് വെജിറ്റബിളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. പിന്നെ ഇതാ നാവി ഏകദേശം കഴിച്ച് തീരാനായിന്നാ തോന്നുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. ഞങ്ങൾ ഇതിനു മുന്നേ കയറിയ തേജസ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ അത്ര പോരാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ മധുരയിലേക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയിലത്തെ ഫുഡാണ് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2024 ജനുവരി മാസത്തിൽ, അതായത് 2 വർഷം മുന്നേ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കാണ് യാത്ര ചെയ്തത്. അപ്പം നൈറ്റ് ആയാലും ഈവനിങ് ആയാലും നല്ല രീതിയിൽ കുറച്ചും കൂടെ കൂടുതൽ ഫുഡ് നമുക്ക് കിട്ടും. ആ കഴിച്ച ഫുഡ് തന്നെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അതിന്റെ ടിക്കറ്റ് ചാർജ് 1240 രൂപ വരുന്നത്. കാരണം കുറച്ചും കൂടെ കൂടുതൽ ഫുഡ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പൈസ വന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ മാംഗോ ജ്യൂസ് കൂടെ കൊണ്ടുപോകാൻ തന്നു. ഇതിന് 19 രൂപയാണ്. ഇത് കൊള്ളിട നദിയാണ്. ഈ നദി കടന്നെത്തുന്നത് ഒരു ദ്വീപിലേക്കാണ്, അതാണ് ശ്രീരംഗം. ശ്രീരംഗം കഴിഞ്ഞ ഉടനെ തന്നെ കാവേരി നദി നമ്മൾ ക്രോസ് ചെയ്യും. ഇത് ശ്രീരംഗമാണ്. റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോൾ ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ കാവേരി നദിയുടെ ഭാഗത്തെത്തും. ഇവിടെയാണ് കാവേരി നദി. ഇവിടെയാണ് പിന്നെയും വെള്ളമൊക്കെ ഉള്ളത്. കർണാടകയിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണിത്. 10:12 ട്രെയിൻ ഇപ്പോൾ ഇതാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. താമ്പരം വിട്ടതിന് ശേഷം ഈ ട്രെയിൻ എവിടെയും നിർത്തിയില്ല. അതാണ് നോൺ സ്റ്റോപ്പ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ചില സ്റ്റേഷനുകളിലൊക്കെ സിഗ്നൽ കിട്ടി നിർത്താറുണ്ട്, ഇത് നിർത്തിയേയില്ല. ഇവിടെ ഒരു ട്രെയിനൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് ചോഴൻ എക്സ്പ്രസ് ആണ്. ഇന്നിപ്പോൾ ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി. ട്രിച്ചിനിതാ ഡോറൊക്കെ ഓപ്പണായി. ഇവിടെ ട്രെയിന് 5 മിനിറ്റ് ആണ് സ്റ്റോപ്പ്. 4 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറാനുണ്ട്, അതുപോലെ ഇറങ്ങാനും ഉണ്ട്. ഈ ചെന്നൈയിലേക്ക് പോകുന്ന ചോഴൻ എക്സ്പ്രസ് ഇല്ലേ, ഇത് കുറച്ച് വളഞ്ഞ വഴി പോകുന്ന വണ്ടിയാണ്. കുറച്ച് ദൂരം കൂടുതലാണ്. മയിലാടുതുറൈ വഴി പോകുന്ന വണ്ടിയാണ് ഇത്. നമ്മൾ വന്ന അതേ വഴിയല്ല. പിന്നെ ഒരു തേജസ് എന്ന വാക്കിൻ്റെ അർത്ഥം തിളക്കെന്നാണ്. അതായത് ഒരു തിളക്കമാർന്ന ആ ഒരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഡിണ്ടിഗൽ. ട്രിച്ചിനിതാ ട്രെയിൻ എടുത്തു. കറക്റ്റ് 5 മിനിറ്റ് തന്നെയാണ് വണ്ടി നിർത്തിയത്.
ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ഡോർ ഇപ്പോൾ ഇവിടുന്ന് ക്ലോസ് ആവും. ഇതുവരെയായിട്ടും ക്ലോസ് ആയിട്ടില്ല. യെസ്. ഈ ഓട്ടോമാറ്റിക് ഡോറിലുള്ള ട്രെയിനുകളില്ലേ, അതായത് തേജസ്, വന്ദേ ഭാരത്, ഇങ്ങനെയുള്ള ട്രെയിനൊക്കെ ഓരോ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് സമയം നോക്കി മാത്രം പുറത്തിറങ്ങുക. അതായത് 1 മിനിറ്റൊക്കെ സ്റ്റോപ്പുള്ള സ്റ്റേഷനിൽ അനാവശ്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് അതിലൂടെ ഒരു ചായയൊക്കെ വാങ്ങിക്കാൻ പുറത്തിറങ്ങി തിരിച്ച് കയറുമ്പോഴത്തേക്കും വണ്ടീൻ്റെ ഡോറ് ക്ലോസ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ട്രിച്ചിയിൽ തന്നെ 5 മിനിറ്റാണ് സ്റ്റോപ്പ്. എന്നാൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. അങ്ങനെ ഇറങ്ങി അപ്പം തന്നെ തിരിച്ച് കയറുക. അല്ലാതെ ജസ്റ്റ് അതിലൂടെയൊക്കെ 2 റൗണ്ട് നടന്ന് അങ്ങനെയൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടി മിക്കവാറും എടുത്തിട്ടുണ്ടാവും. നമ്മളിത് യാത്ര ചെയ്യുന്ന ഒരു തേജസ് ഇല്ലേ, ഇതുപോലെയുള്ള 4 ട്രെയിനുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ 2 ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയും 2 ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്വകാര്യമായിട്ടാണ്. ഈ സ്വകാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അനുബന്ധ സ്ഥാപനമായ IRCTC തന്നെയാണ്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു ട്രെയിനെ നമ്മുടെ തേജസ് രാജധാനിയിൽ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. കാരണം വെച്ചാൽ അത് വേറൊരു കാറ്റഗറി തന്നെയാണ്. അപ്പം ഈ ഒരു 4 തേജസ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 2 ആദ്യത്തേത് വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ തേജസ് മുംബൈയിൽ നിന്ന് ഗോവയിലത്തെ കർമാലിയിലേക്കാണ് ഓടിയത്. ഇപ്പം ആ വണ്ടി കർമാലിയിൽ നിന്ന് മഡ്ഗാവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അത് ആദ്യമായി ഓടിയ വർഷം എന്ന് പറഞ്ഞാൽ 2017 മെയ് 24-നാണ്. 2ാമത്തെ തേജസ്സാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റിൽ നിന്ന് തന്നെ ഈ പറഞ്ഞൊരു തേജസ് ഇല്ല, തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് ഓടി തുടങ്ങിയത് 2019 മാർച്ച് 1-നാണ്. ഇനിയിപ്പം നമ്മുടെ 3ാമത്തെ തേജസ്, അതായത് പ്രൈവറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 1ാമത്തെ തേജസ് എന്ന് പറയാം, UP-യിലത്തെ ലക്നൌ നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് അത് ഓടി തുടങ്ങിയത്. അത് 2019 ഒക്ടോബർ 4-നാണ് ആദ്യമായിട്ട് ഓടി തുടങ്ങിയത്. ഇനിയിപ്പം 4ാമത്തെ തേജസ് പറയാം, അതായത് പ്രൈവറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ 2ാമത്തേത്. അതിൽ ഞങ്ങൾ ഓൾറെഡി യാത്ര ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് നേരെ മുംബൈയിലേക്ക് പോകുന്ന തേജസ്സാണ്. അത് ആദ്യമായിട്ട് ഓടി തുടങ്ങിയത് 2020 ജനുവരി 17-നാണ്. 11:22 ട്രെയിൻ ഇപ്പോൾ ഡിണ്ടിഗൽ ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്തത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള മധുരൈ ജംഗ്ഷൻ. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാ ഡിണ്ടിഗൽ ജംഗ്ഷനിൽ നിന്നും ട്രെയിൻ എടുത്തു. കുറച്ച് ഓടിയതിന് ശേഷമാണ് ഡോറ് ക്ലോസ് ആവുക. ചിലതിലൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവാറുണ്ട്. ട്രെയിൻ ഇപ്പോൾ 110-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാൽ റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാ സ്റ്റേഷൻ. ഇപ്പൊ പുറത്തൊക്കെ നല്ല ചൂടാണ്. ഈ ഒരു ട്രെയിൻ ഒരു 110 തന്നെയാണ് മാക്സിമം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ലാഗൊന്നും എവിടെയും അനുഭവപ്പെട്ടില്ല. നല്ലൊരു സർവീസ് തന്നെയാണ്. ഇപ്പോൾ 11:38. 12 മണിയൊക്കെ ആകുമ്പോഴും അവിടെ എത്തുമെന്ന് വിചാരിക്കാം. ഈ തേജസ് സദേൺ റെയിൽവേയിൽ ചെന്നൈ ഡിവിഷന്റെ കീഴിലുള്ള വണ്ടിയാണ്. ഇത് ആഴ്ചയിൽ വ്യാഴാഴ്ച മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഇല്ല. നമ്മളങ്ങനെ വൈഗൈ റിവർ ക്രോസ് ചെയ്യുകയാണ്. മധുരയിലേക്കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് വൈഗൈ. വലിയ വെള്ളമൊന്നുമില്ല. ചെന്നൈയിൽ നിന്നും 493 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിപ്പിതാ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 12:04. അങ്ങനെ ഇതാ തേജസിലെ യാത്ര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇത് കൂടുതൽ ഇവിടെ തന്നെയാണ് വരിക. ഇവിടെ ഇപ്പം നവീകരണം നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. തമിഴ്നാട്ടിലെ തന്നെ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മധുരൈ. പ്ലാറ്റ്ഫോം വഴി
ട്രാക്ടറൊക്കെ പോകുന്നത് കാണാം. ഈ ട്രെയിനിൽ നിന്ന് വൈകുന്നേരം 3:30 തിരിച്ച് ചെന്നൈ എഗ്മോറിലേക്ക് പോവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. ഇതിൻ്റെ ഡോറൊക്കെ ഇപ്പം തന്നെ ഇതാ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്കിനി ഇതുവഴി നടക്കാം. ഓട്ടോ ചേട്ടന്മാരൊക്കെ വിളിക്കും, നമുക്ക് നോക്കണ്ട. പിന്നെ ഇതാ പുതിയ സ്റ്റേഷൻ്റെ ഒരു പണികളൊക്കെ ഇതാ ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ്. അപ്പോൾ ഇതുവഴി നേരെ നമ്മുടെ ഫ്ലാഗുള്ള ഒരു ഭാഗമില്ല, അങ്ങ് അവിടെ തൊട്ടാണ് ഇനി പോവേണ്ടത്. നല്ല പൊടിയാണിപ്പോൾ ഇവിടെ. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെ അങ്ങ് അതിലൂടെയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ആ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, എല്ലാം പൊളിച്ചു നീക്കി. ഇപ്പം ഇതാണ് പുതിയൊരു എൻട്രൻസൊക്കെ. പിന്നെ ഇങ്ങിവിടെ ഒരു നിർമ്മിതി കാണുന്നില്ലേ, ഇതെനിക്ക് തോന്നുന്നു മീനാക്ഷി അമ്മാൻ ക്ഷേത്രത്തിൻ്റെ ആ ഒരു രൂപകൽപ്പനയിലാകാം. സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഒരു ഹെറിറ്റേജ് കോച്ച് എന്നൊക്കെ എഴുതി കാണാം. അതായത് ഒരു നാരോ ഗേജ് ട്രെയിനിൻ്റെ കോച്ചാണിത്. SR സദേൺ റെയിൽവേ എന്നൊക്കെ എഴുതി കാണാം. ഈ കോച്ച് നിർമ്മിച്ചത് 1997 ചെന്നൈയിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ മധുരയിൽ എത്താനായി സാധിച്ചു. ഇനി അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഇന്ത്യയിലെ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ബസ് സ്റ്റേഷന്റെ കാഴ്ചയാണ്. അതങ്ങ് തിരുച്ചിറപ്പള്ളിയിലാണ്. അപ്പോൾ അതിന്റെ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു തേജസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു ബൈ ബൈ.